എന്റെ ചേട്ടാ അതൊരു വാച്ചാണ്. അവിടെയുള്ള ആൾ സൈൻ ചെയ്തോളൂ, അത് കൊടുത്തോ. എടാ ബാക്കി എല്ലാവരും അവിടെ കൊടുക്കുന്നാണല്ലോ, തനിക്ക് മാത്രം എന്താ പ്രശ്നം? ഒരു പണി താനാ വാച്ച് കൊണ്ടേക്കോ, എനിക്കത് വേണ്ട. അവിനാഷ് അല്ലേ? ഹായ് അവിനാഷ്. ഹായ്. എങ്ങനെ പോണ്? ചുമ്മാ. എങ്ങോട്ടാണ്? ചുമ്മാ നടക്കാറിങ്ങിയതാ. ഈ വെയിലത്താ വല്ല സൺസ്ട്രോക്കും അടിക്കും. ഷൂട്ടൊന്നും ഇല്ലായിരുന്നോ? അല്ല ഇന്ന് ഫ്രീ ആയിരുന്നു. അല്ല നിങ്ങളെങ്ങോട്ടാ? ഞങ്ങൾ ചുമ്മാ ഫുഡ് അടിക്കാൻ. വല്ല റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്യണ്ടോ ഇവിടെ? ഈ ഏരിയയിൽ പെട്ടെന്നൊന്നും അങ്ങനെ ഓർമ്മ വരുന്നില്ല. എന്താടോ എന്തു പറ്റി? താൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണല്ലോ. ഏയ് നത്തിങ്. എന്നാ വാ കേറ്, വല്ലതും കഴിക്കാം. അയ്യോ നിങ്ങൾ പോയിക്കോളൂ, ഇനി ഒരിക്കലാവട്ടെ. ഇനി ഒരിക്കലും നമുക്കറിയാം. കല്യാണത്തിന് വിളിച്ചിട്ട് വരായിരുന്ന ആളല്ലേ? അയ്യോ അതല്ല, അത് ലാസ്റ്റ് മൊമെന്റിൽ ഒരു വർക്ക് വന്നതാ. അതെ, ഇന്ന് ലാസ്റ്റ് മൊമെന്റ് വർക്കൊന്നുമില്ലല്ലോ. വാ നമ്മുടെ കൂടെ. അത് അതെ, ഫ്രീ ആന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതൽ എക്സ്ക്യൂസ് ഒന്നും കണ്ടുപിടിക്കണ്ട, വണ്ടി കയറി. നല്ല വിശപ്പുണ്ട്. ഓക്കെ. ഒരു സെക്കൻഡ്. ഹാ അവി എന്താ സുഹാന? മീനാക്ഷി എന്ത് പറയുന്നു? ഞങ്ങൾ ഇതുവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. പരിചയപ്പെടുത്താം. ഉറപ്പാണോ? ബെറ്റ് 500 രൂപ. ഓക്കെ. എന്താ സംഭവം? നീ കയറി പറയാം. എക്സ്ക്യൂസ് മീ, ഇവിടുത്തെ ആളാണോ? അയ്യേ ഞാനാണല്ല, വേറൊരാളാണ്. ഒരു ഹെൽപ്പ് ചെയ്യൂ. ഓ, ഈ സിനിമയുടെ ഒക്കെ തിരക്കഥ കിട്ടുന്ന സ്ഥലം? ഏയ് എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന സെക്ഷനാണ് ആ സെക്ഷൻ. വാ ആണോ? അങ്ങോട്ട്. ദാ ഇവിടുന്ന് മുഴുവൻ തിരക്കഥകളാണ്. ആണോ? ആ ദേ ഒക്കെ അത് തന്നെയാണ്. നിങ്ങൾ റൈറ്റർ ആണല്ലേ? അയ്യോ എൻ്റെ അമ്മോ, അതെങ്ങനെ മനസ്സിലായി? കണ്ടറിയില്ലേ ലക്ഷണത്തൊരു റൈറ്ററാണ്. താങ്ക് യു സാർ. അങ്ങ് ആരാണ്? അശോക് കുമാർ, ഒരു വലിയ ബിസിനസ്സുകാരൻ. വലിയതല്ലേ? എനിക്ക് കണ്ടപ്പോഴേ തോന്നിയിരുന്നു, എന്നെ പറഞ്ഞ തെറ്റിപ്പോലെന്ന് കരുതി പറഞ്ഞില്ലാന്നേ ഉള്ളൂ. അല്ല സാർ ഈ തിരക്കഥയൊക്കെ വായിക്കും? പിന്നെ ഒരു തിരക്കഥയെങ്കിലും വായിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ഉറക്കം വരാൻ തിരക്കഥ ബെസ്റ്റാണ്, ഞാനും വായിക്കും. തിരക്കഥ മോശമാണെങ്കിൽ ഒരു 3ാമത്തെ ചാപ്റ്ററിലൊക്കെ എനിക്ക് ഉറക്കം വരും. സാറിന് ഒരു സിനിമ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അല്പം സബ്ജക്റ്റ് നോക്കുക. ആണോ? അല്ല അതിന് ഇതൊക്കെ ഓൾറെഡി എടുത്ത സിനിമകളല്ലേ? സീക്വലിന് പറ്റുന്ന സബ്ജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോന്ന്? സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് കിട്ടാൻ എളുപ്പം ബുദ്ധിപരമായ നീക്കം. അതല്ല, പുതിയതൊന്നും പോരാ. എഴുത്തുകാരൊക്കെ ഒന്നുകൂടെ ഉഷാറാകാനുണ്ട്. ആവണം, ആവാം. ഞാൻ നിങ്ങളെ ഉദ്ദേശമല്ലേ, ഞാൻ നിങ്ങളുടെ കഥ കേട്ടില്ലല്ലോ. അല്ല ഇനിയും കേൾക്കാലോ. പറയാൻ പറ്റുന്ന സബ്ജക്റ്റുകളും ഉണ്ടോ കയ്യിൽ? എൻ്റെ കഥകളൊക്കെ പറയാൻ പറ്റുന്നതാണ്. പറയട്ടെ? ഇവിടെ വെച്ചോ. ഞാൻ എവിടെ വെച്ചും പറയും, എനിക്കാ ഒരു പ്രശ്നമല്ല. എനിക്ക് പ്രശ്നമാണ്. ആണോ? എന്നാലേ ഞാൻ സ്ഥിരമായിട്ട് കഥ പറയാൻ പോകുന്ന ഒരു കഫേ ഉണ്ട്, അവിടെ പോയാലോ? ഈ കഫേയിലിരുന്ന് കഥ കേൾക്കുന്ന പരിപാടി സാർ അത്രക്കാരനല്ലേ? എന്നാ നമുക്ക് സാറിൻ്റെ ഓഫീസിൽ പോവാം. എൻ്റെ ഓഫീസിൽ ശരിയാവില്ല. ഞാൻ അവിടെ ചെന്നാൽ അപ്പം തിരക്കാവും, പിന്നെ താൻ പോസ്റ്റായി പോകും. അയ്യോ കാത്തിരിപ്പ് വലിയ വേദനയാണ് സാർ. നമുക്ക് വേദനിക്കണ്ട. സാറിന് സ്വന്തമായിട്ട് വീടൊക്കെ കാണുമല്ലേ? വീട് സെറ്റാവില്ല, വീടങ്ങ് ദൂരെയാ. ഒരുപാട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കഥ കേൾക്കാനുള്ള ഒരു മൂടൊക്കെ പോകും. പിന്നെ ഇപ്പം എന്താ ചെയ്യാ? പേരെന്താ? DIG. DIGയുടെ വീട് ഇവിടെ അടുത്താണ്. അത് പറയാം, എൻ്റെ വീടിൻ്റെ അടുത്താണ്. എന്നാൽ നമുക്ക് എൻ്റെ വീട്ടിലോട്ട് പോയാലോ? അവിടെ വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട്. അവിടെ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരുത്തനുണ്ട്, അവൻ പുറത്തു പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ വേറെ ആരും ഇല്ലെങ്കിൽ കഥ കേട്ടേക്കാം. ഒരു നേർച്ചയൊക്കെ നേരുന്ന പോലെ സാർ. എന്താ കഥ കേൾക്കണ്ടേ? അല്ല നേർന്നോ, കഥ കേൾക്കണം. സാറിന് ഞാൻ കഥ കേൾപ്പിച്ചിരിക്കും. വാ സാർ, ഇതെൻ്റെ വാക്ക്. രാവിലെ എല്ലാവരും കൂടി എൻ്റെ അടുത്ത് വഴക്കിട്ടു. എല്ലാരും കൂടി നിന്റെ അടുത്ത് വഴക്ക് കൂടിയെന്നാ? നീ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. ബെസ്റ്റ്. അതൊന്നുമല്ല, രാവിലെ അവി മീനും കൂടി എന്തോ കാര്യത്തിന് തർക്കമായി. ബാക്കി രണ്ടാരും കൂടെ ഓരോ സൈഡ് പിടിച്ചു. അങ്ങനെ വലിയ ബഹളമായപ്പോൾ ഞാൻ അകത്ത് പോയി ബഹളം വെക്കാൻ പറഞ്ഞു. അതിന് മീനു എന്നോട് ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. ഇത്രയുള്ള അതിനാണ് ഇത്ര വലിയ മൂഡ് ഓഫ്. ഇത് മൂഡ് ഓഫ് ആണുള്ള പ്രശ്നമില്ലേ? ഓ എടാ, അവി മീനും കൂടി ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാക്കിന്നിരിക്കും. അന്നും പറഞ്ഞ് നമ്മളത് ഏറ്റുപിടിക്കാൻ പാടുണ്ടാ?
ഞാൻ ഏറ്റുപിടിച്ചില്ലല്ലോ, മറ്റൊരു രണ്ടുപേരും കൂടി ഏറ്റുപിടിച്ചത്. അത് പറഞ്ഞാൽ അവരെല്ലാം കൂടി എന്നെ ഒറ്റപ്പെടുത്തി. ഇനി അവർക്ക് എന്നെ ഇഷ്ടമായിരിക്കില്ലേ? നീ എന്തൊക്കെയാ പറയണേ? നീ ആ ഓറഞ്ച് തിന്നേ. അല്ലേ പിന്നെ അവർ വഴക്കുണ്ടാക്കുമ്പോൾ പുറത്ത് വെക്കണ്ടെന്ന് വിചാരിച്ചത് അതാണോ കുറ്റം? എടാ, വഴക്കുണ്ടാക്കണ നേരത്തെ ഇതാരെങ്കിലും ചിന്തിക്കുവോ? നീ മിണ്ടാതിരിക്കണോണ്ട് നീ കൂളായിട്ട് ചിന്തിച്ച്. ഞാനെപ്പോഴും കൂളായതുകൊണ്ട് അവരുടെ എല്ലാ ഫ്രസ്ട്രേഷനും എന്നോട് തീർക്കാം. പിന്നെ അതങ്ങനെയൊന്നുമല്ല, എനിക്കറിഞ്ഞൂടെ അവരെ. എനിക്കറിയാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഇനി ആരെയും കാണണ്ട. ഞാൻ മിക്കവാറും ഒന്ന് ഇവിടെ എവിടെയെങ്കിലും കിടക്കും. നീ ഒന്ന് പോടച്ചേക്ക, അവന്റെ ഒരു സങ്കടം. നീ ഒരു കാര്യം ചെയ്യ്, നീ എന്തായാലും ഇപ്പൊ പോണില്ലല്ലോ, നീ എന്റെ കൂടെ വാ, ഞാൻ നിനക്ക് കുറച്ച് പണി തരാം. വാ. എനിക്കൊന്നും വയ്യ. അന്നൊരു കാര്യം ചെയ്യ്, നീ ആ ഓറഞ്ചിന് പൈസ കൊടുത്തേ. അയ്യോ കാശില്ല. വാ എണീക്ക്. അവിടെ പണിയൊന്നുമില്ലടേക്ക, നീ അവിടെ വന്ന് എനിക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞുകൊണ്ട് നിൽക്കല്ലേ. നടക്ക് നടക്ക്. ഡോ താനിവിടെ എങ്ങും അല്ലേ? എന്ത് പറ്റി അവിനാഷ്? ആകെ മൂഡ് ഓഫ് ആണല്ലോ. അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെ ഇറങ്ങിയപ്പോൾ മീനാക്ഷിയായിട്ട് ചെറിയൊരു ഫൈറ്റ്. താങ്ക്സ്. താങ്ക്സ്. ഒരു പ്രാവശ്യമെങ്കിലും ജയിക്കേണ്ട ഫിറോ. ഇതെന്തിനീ പൈസ? ഞങ്ങൾ നേരത്തെ ഒരു പെറ്റ് വെച്ചായിരുന്നു. നീ മീനാക്ഷിയായിട്ട് അടിയുണ്ടാക്കിയിട്ടാണ് വന്നേക്കണേന്നും പറഞ്ഞ്. അതിൻ്റെ മൂഡ് ഓഫ് ആണെന്ന് നിനക്കൊന്നും പറഞ്ഞായിരുന്നു പെറ്റ്. എന്നത്തെ പോലെ ഞാൻ തന്നെ ശരി. ഇത് തന്നെ കുഴപ്പം. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണോ? എങ്ങനെയാണോന്ന്? അല്ല, ഈ ഞങ്ങളാണ് എപ്പോഴും ശരിയെന്ന്. ഞാൻ എട്ടിലും ഇവളെ 6ലും പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രേമ ഞങ്ങളുടെ. അന്ന് മുതൽ ഇവളുടെ വിചാരം ഇവളാ ശരിയെന്ന്. ഓ മൈ ഗോഡ്, അത് മാത്രം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, അപ്പോൾ നിങ്ങൾ അടികൂടാറില്ലേ? ദിവസവും മാക്സിമം 2 തവണ. അത് കഴിഞ്ഞാൽ ഭയങ്കര ബോറാ. പക്ഷെ ഞാൻ വിട്ടു കൊടുക്കാറില്ല. എപ്പോഴും സോറി ഞാൻ തന്നെ പറയണം. സ്നേഹിച്ച് കൊഞ്ചിച്ച് ഞാൻ തന്നെ വഷളാക്കിയതാ. സെയിം ഹിയർ. എടോ, താൻ കുറച്ച് ഫോട്ടോസ് മീനാക്ഷിയുടെ അവൾക്ക് കാണിച്ചു കൊടുത്ത്. കാണിക്കടോ. കാണിച്ചു കൊടുക്കും. ഓക്കെ ഓക്കെ. ചുന്ദരിയാണല്ലോ. ഞാനൊരു കോൾ ചെയ്തിട്ട് ഇപ്പോൾ വരാം. ഓക്കെ. ഫിറോ, നിങ്ങളുടെ സൈക്കോളജിക്കൽ മൂവ് കൊള്ളാട്ടാ. താങ്ക് യു. ഒരു ബ്രൗണിങ് കൂടെ പറയട്ടെ. മൈൻഡ് റീഡിങ്. ചേട്ടാ